പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഹാർവസ്റ്റിന്റെ 2023 നീറ്റ് ക്രാഷ് കോഴ്സിന്റെ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. മെയ് 7-ാം തീയതിയാണ് നീറ്റ് എക്സാം വരുന്നത്. ആ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ NTA അതിൻ്റെ വെബ്സൈറ്റിൽ കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് കൃത്യമായിട്ട് അതിൻ്റെ പ്രൂഫ് എല്ലാം കൊടുത്തുകൊണ്ട് കൃത്യം സമയത്ത് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കും. മാർച്ച് മാസം നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ബോർഡ് എക്സാമാണ്. +2 ബോർഡ് എക്സാം അവസാനിക്കുന്നത് മാർച്ച് മാസത്തിൻ്റെ അവസാനത്തിലാണ്. ശേഷം ഏപ്രിൽ 1 മാസമാണ് ഈ നീറ്റ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ആവാൻ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഉള്ളത്. ആ ഒരു സമയത്താണ് ഹാർവസ്റ്റ് ഒരു നീറ്റ് ക്രാഷ് കോഴ്സ് സംഘടിപ്പിക്കുന്നത്. ഈ വർഷം ഹാർവസ്റ്റ് നീറ്റ് ക്രാഷ് കോഴ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ 2 പ്ലാറ്റ്ഫോമാണ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ആദ്യമായി ഹാർവസ്റ്റിന്റെ ഓൺലൈൻ നീറ്റ് ക്രാഷ് കോഴ്സ്, മറ്റൊന്ന് ഹാർവസ്റ്റിന്റെ ഓഫ്ലൈൻ ബാച്ച്. ഞാൻ ആദ്യം ഓൺലൈൻ ക്രാഷ് കോഴ്സിന്റെ കാര്യങ്ങളെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഹാർവസ്റ്റിന്റെ ആപ്പിലൂടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. നമ്മുടെ ഫാക്കൽറ്റീസ് എടുത്ത ഓരോ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത ക്ലാസ്സുകൾ, അതിൻ്റെ ഓവറോൾ ടോപ്പിക് അല്ല, അത് ഈ സമയത്ത് ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓരോ ചാപ്റ്ററിൻ്റെയും ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എങ്ങനെയാണ് ഓരോ ചാപ്റ്ററും ഓരോ ഭാഗവും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന അർത്ഥത്തിൽ നമ്മുടെ ഫാക്കൽറ്റീസ് എടുത്ത വീഡിയോ ക്ലാസ്സുകൾ ഹാർവസ്റ്റിന്റെ ഓൺലൈൻ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം ഓരോ ചാപ്റ്ററിൻ്റെയും യൂണിറ്റ് വൈസ് ടെസ്റ്റുകൾ, മൊഡ്യൂൾ എക്സാംസ്, ചാപ്റ്ററുകൾ ഓരോന്നിനെയും, അപ്പോൾ കെമിസ്ട്രി കേസിൽ ഓർഗാനിക്, ഇൻഓർഗാനിക്, ഫിസിക്കൽ തുടങ്ങിയ പാർട്ടായിട്ട് തിരിച്ചിട്ടുള്ള മൊഡ്യൂൾ എക്സാമുകൾ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് എഴുതാൻ പറ്റും. വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ റിസൾട്ടുകളും വളരെ പെട്ടെന്ന് തന്നെ ഓൺലൈനിലൂടെ നമ്മൾ നിങ്ങളടുത്ത് അത് എത്തിക്കുന്നതാണ്. ഒപ്പം ഹാർവസ്റ്റിന്റെ സ്റ്റഡി മെറ്റീരിയൽ, നമ്മുടെ ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്ത സ്റ്റഡി മെറ്റീരിയൽസ്, വിവിധ എൻട്രൻസ് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഓൺലൈൻ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഓഫ്ലൈൻ ബാച്ചിലേക്ക് വരാം. ഓഫ്ലൈൻ ബാച്ചിന്റെ കേസിൽ നമ്മൾ റെസിഡൻഷ്യൽ സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ വർഷം ഓഫ്ലൈൻ ബാച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഓഫ്ലൈൻ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ ഹാർവസ്റ്റിന്റെ ഹോസ്റ്റലിലാണ് നിന്ന് പഠിക്കുന്നത്. ഈ 1 മാസം നിന്ന് പഠിക്കുന്നത്. ഇവിടെ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിന്റെയും എൻട്രൻസ് പോയിന്റുകളുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ട് ടീച്ചേഴ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകൾ തരും. അതോടൊപ്പം തന്നെ OMR വെച്ചിട്ട് ഓരോ ചാപ്റ്ററിന്റെയും എക്സാംസുകൾ, യൂണിറ്റ് വൈസ് എക്സാംസും അതുപോലെ തന്നെ മൊഡ്യൂൾ എക്സാംസ് എല്ലാം തന്നെ ഹാർവസ്റ്റിന്റെ ക്യാമ്പസിൽ വെച്ചിട്ട് നിങ്ങൾ എഴുതും. ഈ സമയത്ത് OMR നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു മൊഡ്യൂൾ എക്സാംസും യൂണിറ്റ് വൈസ് എക്സാംസും ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ്, OMRലൂടെ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും. അതിന്റെ റിസൾട്ട് എല്ലാം തന്നെ കൃത്യമായ സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ വിവിധ എൻട്രൻസ് എക്സാമിനേഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും നമ്മുടെ ഫാക്കൽറ്റീസ് പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി സബ്ജക്റ്റുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ ഒരു ഷോർട്ട് ടേം പീരീഡിലാണ് നിങ്ങൾ ഈ 1 മാസം ഹാർവസ്റ്റിന്റെ റെസിഡൻഷ്യൽ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഈ കോഴ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി രക്ഷിതാക്കളോടാണ് ഞാൻ കാര്യങ്ങൾ കുറച്ചും കൂടി കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഷോർട്ട് പീരീഡ് ആണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് ആലോചിച്ചാൽ അറിയാം. കാരണം നീറ്റ് എക്സാം വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ്. ഒരുപാട് കുട്ടികൾ എഴുതുന്ന, കോമ്പറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ എഴുതുന്ന ഒരു എക്സാമാണ്. നമ്മുടെ മക്കളുടെ അക്കാഡമിക് എക്സലൻസ് ഉയർത്തുന്ന, അല്ലെങ്കിൽ അവർ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം, അവരുടെയും നിങ്ങളുടെയും ഒക്കെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊന്ന് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ്.
അപ്പൊ ആ എക്സാമിന് ഈ ഒരു ഷോർട്ട് പീരീഡിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ കിട്ടുന്ന കുട്ടികളുണ്ട്. പക്ഷെ ഭൂരിഭാഗവും നമ്മുടെ എക്സ്പീരിയൻസും നമുക്ക് മനസ്സിലാകുന്നതും അല്ലെങ്കിൽ അതിന്റെ വസ്തുത അങ്ങനെയാണ്. വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഒരു ക്രാഷ് കോഴ്സിലൂടെ ഈ ഒരു സംഗതി ലഭിക്കാറുള്ളൂ. അധികവും കുട്ടികൾക്ക് ഈ ഒരു കോഴ്സിൽ നിന്ന് ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടാറുള്ളത് ഒരു വർഷം അത് അവരെ റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെയാണ് പലപ്പോഴും മക്കൾ ഈ അഡ്മിഷനിലേക്ക് എത്തുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ കോവിഡിന്റെ ഒരുപാട് പ്രയാസങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വർഷം നിങ്ങൾ നമ്മുടെ മക്കൾ ബോർഡ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്ത സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പഠിത്തമായിരിക്കും അവര് കൂടുതൽ ആയിട്ടും ചെയ്തിട്ടുണ്ടാവാം. അത് മാത്രമല്ല ഒരുപാട് ടോപ്പിക് പ്രത്യേകിച്ചും നമ്മുടെ സിലബസിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗവും കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലാതെയാണ് നമ്മുടെ മക്കളെല്ലാവരും ഈ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലിമിറ്റേഷൻ ഈ ഒരു മന്തിലെ പ്രിപ്പറേഷൻ ഉണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി അവർക്ക് നന്നാവാം. 2024 അക്കാഡമിക് ഇയറിനെ ടാർഗറ്റ് ചെയ്യലാണ്, അല്ലെങ്കിൽ 2024 നീറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യലായിരിക്കും കുറച്ചും കൂടി നന്നാവാം. ഒരു വർഷവും ഒരു മാസവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു 2024 നീറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇപ്പോൾ തന്നെ തയ്യാറെടുത്ത് തുടങ്ങുന്നതാണ് നല്ലത്. ഈ നീറ്റ് എക്സാമിനേഷന് മാക്സിമം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാവരും നന്നായിട്ട് ശ്രമിക്കുക. നല്ല സപ്പോർട്ട് രക്ഷിതാക്കൾ കൊടുക്കുക. ഹാർവസ്റ്റും മാക്സിമം സപ്പോർട്ട് തന്നെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇനി ഇൻ കേസ് അത് നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ ഒരു വർഷം നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. നീറ്റ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞതും കണ്ടതും കേട്ടതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ എക്സാമിനേഷൻ എല്ലാം തന്നെ വരുന്നത്. അതുകൊണ്ട് മക്കളെല്ലാവരും നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവാം. അങ്ങനെ നമ്മുടെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികൾ, ഫീസ് അടച്ച് നമ്മുടെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികൾ അടുത്ത അക്കാഡമിക് ഇയറിലും ഹാർവസ്റ്റിൽ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഫീന്റെ റിഡക്ഷൻ ഉണ്ടായിരിക്കും. ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് അടുത്ത അക്കാഡമിക് ഇയറിൽ അവർ ഹാർവസ്റ്റിന്റെ റിപ്പീറ്റേഴ്സ് ബാച്ചിന്റെ ഭാഗമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ അടച്ച ഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിഡക്ഷൻ അവർക്ക് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ പല സെന്ററുകളിലും ഭീമമായ ഫീസെല്ലാം കൊടുത്തിട്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമുക്ക് അറിയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇതിൽ പഠിക്കാൻ കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട്. സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, രക്ഷിതാക്കളുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് എല്ലാവരെയും, രക്ഷിതാക്കളെയും അതുപോലെ തന്നെ കുട്ടികളെയും പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു സ്കീം ഹാർവസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സ്കീം നിങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഉയർന്ന വിജയം എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനും ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഭാവിയിൽ അവർക്ക് ഏതൊരു പ്രൊഫഷനാണോ അവർ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ പ്രൊഫഷനിലേക്ക് അവരെല്ലാവരും കൃത്യമായിട്ട് എത്തട്ടെ. നിങ്ങളുടെയും രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ മക്കളുടെയും എല്ലാം തന്നെ ആഗ്രഹങ്ങൾ നന്നായി വരട്ടെ. അവരെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യട്ടെ. നിങ്ങളുടെ എല്ലാവിധ എക്സാമുകൾക്കും എല്ലാവിധ വിജയങ്ങളും എല്ലാവിധ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.